ഹായ് ഹലോ നമസ്കാരം. വിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് കണ്ടിന്യൂവേഷൻ, അതായത് പാർട്ട് 2 ആണ് നമ്മൾ കാണുന്നത്. നാഗർകോയിൽ വെറും കുളമ്പ് വെച്ച സമയത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ കൂടെ തന്നെ ഞാൻ ഒരു പൊടി കോവയ്ക്ക കഴിച്ചിട്ടുണ്ടായിരുന്നു, അല്ലെ? ആന്ധ്ര സ്റ്റൈലിലുള്ള പൊടി കോവയ്ക്ക കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഞാൻ കാണിച്ചു തരാൻ പോണത്. വീഡിയോയിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് കാണാത്തവരാണെങ്കിൽ പോയി കണ്ടോളൂ. അതിൽ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലൈക്ക് സെയിം കഴിക്കുന്ന അതേ വീഡിയോ തന്നെയാണ് ഞാൻ ഇടാൻ പോകുന്നത്. അന്നത്തെ ദിവസം അത് തന്നെയായിരുന്നു കഴിച്ചത് എന്ന്. അപ്പോ ഒരുപാട് പേര് അത് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലായി. എങ്ങനെയാണ് ആന്ധ്ര സ്റ്റൈലില് സ്പൈസി ആയിട്ടുള്ള ഒരു പൊടി കോവയ്ക്ക ഉണ്ടാക്കുക എന്നുള്ളത് നമുക്ക് കാണാം. വരും. ഇപ്പോഴത്തേക്കുള്ള കോവയ്ക്ക മാത്രമേ പറിച്ചിട്ടുള്ളൂ. ഇനി ഇത് മുഴുവൻ പറിക്കാൻ നിന്നാൽ വീണ്ടും ഒരു 7-8 കിലോ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇനി നാളെ നോക്കാം. ഇപ്പോഴത്തെ മഴ ഒഴിവുണ്ട്, അതുകൊണ്ട് വന്നതാണ്. അപ്പോൾ ഇതാ നമ്മൾ കോവയ്ക്ക ഇനി വീണ്ടും ഒരു സ്റ്റൈൽ ഉപ്പേരിക്ക് ഞാൻ കാണിച്ചു തരാൻ പോണ കോവയ്ക്ക വലിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവരുടെ സീസൺ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞു. ഇനിയിപ്പോൾ മതി. ഇനിയുള്ളതൊക്കെ വളരെ കമ്മിയായിട്ടുള്ള രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പം ഇനി ഇതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യണം. മോളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് എല്ലാം ഒന്ന് ശരിയാക്കിയിട്ട് ഇനി സമ്മർ ടൈം വരികയാണ്. അപ്പം അതിനനുസരിച്ചിട്ടുള്ള രീതിയിൽ ഈ റെയിലിലൊക്കെ നമ്മൾ ആ പച്ച കളർ ഷീറ്റൊക്കെ വിരിച്ചിട്ട് അത് കഴിഞ്ഞ് താഴെ ഇനി കൃഷിക്കുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങണം. അപ്പം അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇനി പ്രവർത്തിക്കണം. അപ്പം ഇനി ഇവരെയൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യേണ്ട ഒരു പരിപാടിയുണ്ട്. പോണവരേക്കും പോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ മഴയൊന്ന് വിട്ടാലല്ലേ ബാക്കി എന്താ ഞാൻ ചെയ്യാൻ പറ്റുമോ ആൾക്കാരെ കൊണ്ട്. ഇതൊക്കെ ഇനി ഒന്ന് ഒരുപാട് വൃത്തിയാക്കാനുണ്ടെന്ന് ഇവിടെ പറയാൻ. ഒരു ചെറിയ സ്മോൾ പാച്ച് ആണെങ്കിലും എന്തറിയോ മെയിൻ്റെനൻസ് ശരിക്കും കൊണ്ടുപോകാൻ നല്ല പണി തന്നെയാണ്. അപ്പോൾ ഇനി നമുക്ക് അടുക്കളയിൽ പോയിട്ട് സാധനങ്ങൾ ഉണ്ടാക്കാം. അപ്പോൾ വരൂ, നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. കോവയ്ക്ക ഇതുപോലെ നീളത്തിൽ മുറിക്കുക. ഇനി കോവയ്ക്കാന്നില്ല, ഏതൊരു ഉപ്പേരിക്ക് വേണമെങ്കിലും ഈ പൊടി ഉപയോഗിച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് നല്ലെണ്ണയാണ്. നല്ലെണ്ണയിലേക്ക് ഈ ഒരു കഷ്ണം ഇട്ട് കൊടുക്കുകയാണ്. കോവയ്ക്ക നീളത്തിലാക്കിയിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. എന്നതിന് ശേഷം വേണ്ട ഉപ്പിട്ട് കൊടുക്കുക. ഇനി ഇത് 2 രീതിയിലാക്കാം. അതായത് ഈ പൊടി പൊടിക്കുന്ന സമയത്ത് വറമുളകും മല്ലിയും ഒക്കെ ഇട്ടിട്ട് വേണമെങ്കിൽ പൊടിക്കുക. അല്ല, ഞാൻ ചെയ്യുന്ന പോലെ മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് വേണമെങ്കിലും ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇനി ഈ ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് അവിടെ ആവട്ടെ. ഇനി നമുക്ക് ഡ്രൈ പൗഡറാണ് നമ്മൾ പൊടിച്ചെടുക്കുന്നത്. തോരപ്പരിപ്പ് 1/2 കപ്പ്, അതേമാതിരി പൊട്ടുകടല 1/2 കപ്പ്, നമ്മുടെ ഇതുണ്ടല്ലോ ഉഴുന്ന് പരിപ്പ് അതും 1/2 കപ്പ്. പൊടി കൂടുതലായിട്ടാണ് ഉണ്ടാക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒക്കെ അര കപ്പ് വെച്ച് എടുത്തോളൂ. എള്ള് മാത്രം കുറച്ച് കൂടുതലായിട്ട് എടുക്കണം. വെള്ള എള്ളാണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ മല്ലി ഇട്ട് കൊടുക്കുക, വറമുളക് ഇട്ട് കൊടുക്കുക. ഞാൻ ഓൾറെഡി ഇപ്പോൾ ഇതിൽ മഞ്ഞപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇട്ട് കൊടുക്കുന്നത് കൊണ്ടാണ് അതിനെ വറക്കുന്ന സമയത്ത് ഞാനത് ചെയ്യാതിരുന്നത്. അപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയിട്ട് അത് അവിടെ മൊരിഞ്ഞ പോലെ ആവുന്ന സമയത്താണ് നമ്മൾ ഈ പൊടി നന്നായിട്ട് പൊടിച്ചിട്ട് അതിലേക്ക് ഇടാൻ പോകുന്നത്. ഓക്കെ. അപ്പോൾ പൊടിയിൽ തന്നെ വറമുളകും മല്ലിയും ഇടുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രോസസ്സ് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഉപ്പും മഞ്ഞപ്പൊടിയും മാത്രം ഇട്ടിട്ട് നിങ്ങൾക്ക് ഒന്ന് ഫ്രൈ ചെയ്ത് എടുത്താൽ മതി. അപ്പോൾ ഇത് നല്ലപോലെ അവിടെ കിടന്ന് ഫ്രൈ ആവണ സമയം കൊണ്ട് നമ്മുടെ ഈ പൊട്ടുകടല, എള്ള്, അതേമാതിരി തന്നെ തോരപ്പരിപ്പ് എല്ലാം ഉഴുന്ന് പരിപ്പ് എല്ലാം തന്നെ നമ്മുടെ നന്നായിട്ട് വറുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നല്ലപോലെ ആറിക്കഴിഞ്ഞതിന് ശേഷം ഒരു മിക്സി ജാറിലിടുക. ഇതിലേക്ക് 1/2 കപ്പോളം വറുത്ത നിലക്കടല, ഒരു 4-5 അല്ലി വെളുത്തുള്ളി, ഇതൊക്കെ കൂടി നന്നായിട്ട് പൊടിക്കുക. എന്നിട്ട് ഈ പൊടിയെ നമ്മൾ ഈ നന്നായിട്ട് മൊരിഞ്ഞിരിക്കുന്ന കോവയ്ക്കയിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ പൊടി നമുക്ക് എടുത്തു വെക്കാം. തൈരും ചോറിൻ്റെ കൂടെ അടക്കം സൂപ്പറായിരിക്കും ഈ പൊടി. ദോശയുടെ മുകളിൽ ഇടാനും സൂപ്പറായിരിക്കും. നല്ലപോലെ കോവയ്ക്ക നന്നായിട്ട് ഫ്രൈ ആയിട്ട് ഈ പൊടിയിൽ കിടന്ന് നന്നായിട്ട് മൊരിഞ്ഞ് വരട്ടെ. അപ്പോഴാണ് ആ ടേസ്റ്റ് ഉണ്ടാവുക. ഇത്ര മാത്രമേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ് കേട്ടോളൂ. ഇനി നമ്മുടെ ആന്ധ്ര സ്റ്റൈൽ പൊടി പോട്ട കോവക്ക. ഒരു മണി. വാട്ട് എ ഫ്ലേവർ. പൊട്ടുകടല, വെളുത്തുള്ളി, വേറെ ലെവൽ മക്കളെ.
ഇതും തൈരും ചോറും സൂപ്പറാണ്. Amazing. അപ്പോൾ ഞാൻ കഴിക്കട്ടെ. വീണ്ടും നമുക്ക് കാണാം പുതിയ റെസിപ്പിയുമായി. Till then, take care and bye-bye. Winnie's Kitchen.